ഹായ് ഗായ്സ്, ഇതെൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. നിങ്ങളിപ്പോൾ കണ്ട ഡേറ്റ് ശ്രദ്ധിച്ചായിരുന്നോ? 2/11/2025 നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം നടക്കുന്നതിൻ്റെ തലേ ദിവസമാണ്. അതായത് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ തലേന്ന് വൈകിട്ടത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇപ്പോൾ വൈകിട്ട് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഭഗവതി സേവ, വാസ്തുപൂജ, പിറ്റേ ദിവസം ഗണപതി ഹോമം, അങ്ങനെയാണല്ലോ സാധാരണ നടക്കാറ്. അതുപോലെ തന്നെയായിരുന്നു നമ്മളുടെ പൂജകളെല്ലാം. ഇപ്പം ഈ നിങ്ങളീ കാണുന്നത് ഭഗവതി സേവ, വാസ്തുപൂജയുടെയൊക്കെ ഒരു ദൃശ്യങ്ങളാണ് കേട്ടോ. അപ്പം ഞാനീ പറഞ്ഞ പോലെ 2/11/2022 ഈ 2-ാം തീയതി എന്ന് പറയുന്നതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എനിക്കതുകൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മെയ് മാസം 2-ാം തീയതി, ഇതിപ്പോൾ നവംബറാണ്, മെയ് മാസം 2-ാം തീയതി ആണ് ഞാൻ ഹോസ്പിറ്റലിൽ തേജുവിൻ്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആവുന്നത്. അഡ്മിറ്റായത് 2-ാം തീയതി ആണെങ്കിലും കൊച്ചു ജനിച്ചത് 3-ാം തീയതിയാണ്. സോ സിമിലർലി ഇവിടെയും 2-ാം തീയതി നമ്മൾ പ്രിപ്പറേഷനാണ്. 3-ാം തീയതി ആയിരുന്നു നമ്മളുടെ സെക്കൻഡ് ബേബി, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് വേൾഡാണ് നമ്മുടെ വീട്. അപ്പോൾ അതിൻ്റെ ജനനവും സെയിം ഡേറ്റ് ആയത് കോയിൻസിഡൻ്റലി അങ്ങനെ ആയതാണ്. നമ്മൾ പർപ്പസ്ഫുള്ളി ഒന്നും അങ്ങനെ ആയതല്ല. കഴിഞ്ഞ ഒക്ടോബർ 21 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. വെഡ്ഡിങ് ആനിവേഴ്സറി ഡേറ്റ് ഒക്ടോബർ 21. കഴിഞ്ഞ ഒക്ടോബർ 21 ലാസ്റ്റ് ഇയർ ഒക്ടോബർ 21 നമ്മൾ വീടിൻ്റെ കല്ലിടിയൽ. അപ്പോൾ അത് 3/11/2025 നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്ന സാഫല്യ ദിവസം തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാവരുടെയും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മളൊരു വീട് വാങ്ങുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു ഡ്രീം ഹോം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു ഇമാജിനേഷനിലുള്ള ഒരു വീട് പ്ലാൻ ചെയ്ത് അത് പറഞ്ഞ് വാസ്തുവും എല്ലാം കോർഡിനേറ്റ് ചെയ്ത് നോക്കി ഓൾമോസ്റ്റ് നമ്മളുടെ സെയിം ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്തുണ്ടാക്കിയ ഒരു വീടാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇതിൻ്റെ പിന്നാലെ തന്നെ ആയിരുന്നു. അപ്പോൾ അത് ഇത്ര പെട്ടെന്ന് പണിയെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് കയറാൻ പറ്റിയെന്ന് പറയുന്നത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മളുടെ ഈ പൂജകളും കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നത് എൻ്റെ സ്വന്തം അച്ഛനാണ്, എൻ്റെ അച്ചായിയാണ്. ഒരുപാട് ബേർഡൻ അതുകൊണ്ട് അറിഞ്ഞില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സോ എല്ലാവർക്കും കിട്ടാത്തൊരു ബ്ലെസ്സിങ് ആയിരിക്കും അത്. ഞാനതിൽ ഭയങ്കര താങ്ക്ഫുള്ളാണ്. താങ്ക്സ് ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ തരില്ല, അത്രയും കമ്മിറ്റ്മെൻ്റ് ഉണ്ട് പല കാര്യങ്ങളിലും. നമ്മളുടെ കൂടെ അത്രയും സപ്പോർട്ടീവായിട്ടാണ് അച്ചായാണെങ്കിലും അമ്മയാണെങ്കിലും നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അച്ചായ പറയണത് അവിടെ ഉള്ളവരോട് സമ്മതം ചോദിച്ച് കയറാനാണ് പറയണത്. അപ്പോൾ അങ്ങനെ സമ്മതമൊക്കെ ചോദിച്ചു കയറാൻ പോവാണ്. നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന ചടങ്ങെന്ന് പറഞ്ഞാൽ ട്രഡീഷണലി ഫോളോ ചെയ്യുന്ന ഹിന്ദു കസ്റ്റം പ്രകാരം ഇങ്ങനെയാണ് ഒരു ഗൃഹപ്രവേശം നടക്കേണ്ടത് എന്നാണ് പറയപ്പെടുന്നത്. നമ്മളുടെ മോളാണ് തേജുവാണ് പാലിൻ്റെ പാത്രമൊക്കെ എടുത്തത്. ഞാൻ വിളക്ക് പിടിച്ചു. ഹസ്ബൻഡ് പണപ്പെട്ടിയാണത്. പണപ്പെട്ടി റിച്ച്നെസ് കാണിക്കാൻ തന്നെയാണ്, അതായത് പ്രോസ്പെറിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സിംബോളിക്കായിട്ടാണത് കൊണ്ടുപോകുന്നത്. അതിനകത്ത് കുറച്ച് ഗോൾഡും മണിയൊക്കെയാണ് വെച്ചേക്കുന്നത്, പൈസയൊക്കെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ചേച്ചി എടുത്തേക്കുന്നത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനെ പ്രോസ്പെറിറ്റി കാണിക്കുക എന്നുള്ള ഒരു സിംബോളിക്കായിട്ട് ആണ് അങ്ങനെ ചെയ്തേക്കണേ. അങ്ങനെ ഞങ്ങളുടെ ഒരു സ്വപ്ന ഭവനത്തിലേക്ക് എൻട്രി ചെയ്യുവാണ് കേട്ടോ. ഇത് എൻട്രി ചെയ്ത് ഉടനെ അവിടെ പൂജാ യൂണിറ്റാണ് അത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന പൂജാ യൂണിറ്റാണ്. പൂജാ യൂണിറ്റിൻ്റെ അവിടെ പറ നിറയ്ക്കാനായിട്ടുള്ളൊരു സെറ്റപ്പൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പറയൊക്കെ നിറച്ചു, പ്രാർത്ഥനയൊക്കെ ചൊല്ലിയതിന് ശേഷമാണ് നമ്മൾ പൂജാ കർമ്മങ്ങളിലേക്ക്, അതായത് പാലുകാച്ചൽ ചടങ്ങിലേക്ക്
കിടക്കുക. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു സ്റ്റോറി പറയാവേ. നമ്മളുടെ ഈ വീടിന് തേജസ് എന്നാണ് പേരിട്ടേക്കുന്നത്. ആ തേജസ് എന്ന് പേര് വരാനൊരു കാരണമുണ്ട്. എല്ലാവരും വിചാരിക്കും തേജശ്രീ എന്നാണ് മോളുടെ പേര്, അതുകൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തേജസ് എന്നിട്ടതാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മളെ കാണുന്നവരൊക്കെ പറയുമല്ലോ, വയറ് കണ്ടിട്ട് അല്ലെങ്കിൽ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് അങ്ങനെ പറയില്ലേ. അപ്പോൾ എന്നോട് സംസാരിച്ചിട്ടുള്ള, എന്നെ കണ്ടിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ, മെജോറിറ്റി ആൾക്കാരും തന്നെ ആൺകുട്ടിയാണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടോ ഞങ്ങളെല്ലാവരും ആൺകുട്ടിയായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിച്ചു. അപ്പോൾ ആൺകൊച്ചാണ്, വേറെ പെൺകൊച്ചിനെ അങ്ങനെ ഇമാജിൻ ചെയ്യുന്നില്ല. നമ്മൾ സ്വപ്നം കാണുന്നതും നമ്മൾ അന്നേരം ചിന്തിക്കുന്നതും പിന്നീട് കൊച്ചു വന്നു കഴിഞ്ഞാലുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴൊക്കെ ഒരു ആൺകുട്ടീനെയാണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്. അപ്പം ആ വരുന്ന കുട്ടിക്ക് ഇടാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരുന്ന പേരായിരുന്നു തേജസ് എന്നുള്ളത്. പക്ഷേ ജനിച്ചു കഴിഞ്ഞപ്പോൾ പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ അത് തേജസ്വി എന്നാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ തേജസ്വി എന്നുള്ളതിനേക്കാൾ എൻ്റെ പേര് ശ്രീപൂർണ എന്നായതുകൊണ്ട് തേജശ്രീ ആക്കി മാറ്റി. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീട് പണിയണത്. വീടിന് എന്ത് പേരിടും എന്ന് ഒരു മൊമെൻറ്റ് പോലും എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഡിസൈഡ് ചെയ്ത പേരാണ് തേജസ്. തേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റ് എന്നൊക്കെയാണല്ലോ മീനിങ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ജീവിതത്തിലൊരു ലൈറ്റായിട്ട് വീട് മാറട്ടെ എന്ന പ്രാർത്ഥനയിൽ തന്നെയാണ് നമ്മൾ ഈ പേര് ഇടുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ് നടക്കുന്നത് അശോകൻ എന്ന് പറയുന്ന, അശോകൻ ചേട്ടൻ എന്ന് ഞാൻ വിളിക്കാറില്ല, നമ്മളുടെ ഒരു റിലേറ്റീവാണ്. ഞങ്ങളുടെ ഈ പ്ലോട്ട് വാങ്ങിക്കുമ്പോൾ പുള്ളി വില്ലേജ് ഓഫീസറാണ്, തഹസിൽദാറായിട്ടൊക്കെ റിട്ടയർ ചെയ്ത ആളാണ്. പ്ലോട്ട് വാങ്ങുന്ന സമയത്ത്, നമ്മൾ ഈ പ്ലോട്ട് വാങ്ങിക്കുന്നത് ഒരു 2021 ടൈമിലാണ്. അപ്പോൾ പ്ലോട്ടിനെ കുറിച്ച് നമ്മൾ ചുമ്മാ ചാടിക്കയറി ഒരു പ്ലോട്ട് വാങ്ങൂലല്ലോ ആരും. അതിനെക്കുറിച്ച് അന്വേഷിക്കണം, അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസൊക്കെ അന്വേഷിക്കണം. അപ്പോൾ ഇതിനൊക്കെ സഹായിച്ച ആളാണ് അശോകൻ ചേട്ടൻ. നമ്മളുടെ എന്താ പറയണേ, ജീവിതത്തിലെ ഓരോ ക്രൂഷ്യൽ മൊമെൻറ്റിലും നമ്മളുടെ ലൈഫിലോട്ട് എൻ്റർ ചെയ്യുന്ന ചില ജെംസ് ഒരാളാണ് അശോകൻ ചേട്ടൻ. പിന്നെ അങ്ങനെ പറന്നറക്കലിന് ശേഷം പതുക്കെ പ്രാർത്ഥനയ്ക്ക് നടന്നു. നമ്മൾ ഒരു ഹിന്ദു ഈഴവ സമുദായത്തിൽപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ദൈവദശകമൊക്കെ ചൊല്ലി അങ്ങനെ ഒരു കസ്റ്റമിലാണ് നമ്മൾ വളർന്നത്. അത് തന്നെയാണ് നമ്മളിവിടെയും ഫോളോ ചെയ്യുന്നത് കേട്ടോ. പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഭയങ്കര ഒരു ഫീലിംഗാണിത്, പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. ഇതിൽ കൂടെ കടന്നു പോയവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. ഒരു എന്താ പറയണത്, ഒരു ഫുൾഫിൽഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ്. മനസ്സ് ഫുള്ളിങ്ങനെ ഒരു വിങ്ങൽ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് സന്തോഷവും ഒരു മിക്സഡ് ഇമോഷനാണ്. എ കൈൻഡ് ഓഫ് ബ്ലെസ്ഡ് ഫീലിംഗ് എന്ന് പറയില്ലേ, അതാണ്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ നമ്മളവിടെ കൊണ്ടുവന്ന് വെച്ച വിളക്കുണ്ടല്ലോ, എൻ്റർ ചെയ്തപ്പം പിടിച്ച് കയറിയ വിളക്ക് അവിടെ വെച്ചിട്ടുണ്ട്. ആ വിളക്ക് പതുക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി കിച്ചണിലാണ് പാലുകാച്ചൽ ചടങ്ങൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എടുത്ത് അങ്ങ് കൊണ്ടുപോയി വെക്കണം കിച്ചണിലോട്ട്. ഇപ്പോൾ സിജു പോകുന്നത് റൂമിലേക്കാണ്, അതായത് പൈസയും ഇതൊക്കെ സൂക്ഷിക്കാൻ നമ്മൾ നാച്ചുറലി വീടിൻ്റെ റൂമിലാണല്ലോ, അപ്പോൾ അതുകൊണ്ടേ അവിടെ കീപ്പ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ വിളക്കെടുത്തു, പാല് എടുത്തു, അങ്ങനെ പതുക്കെ നമ്മൾ കിച്ചണിലോട്ട് പോന്നു. കിച്ചണിലോട്ട് പോയിട്ട് അവിടെ കൊണ്ടുപോയി ഇത് വെച്ചതിന് ശേഷം ആണ് പാല് കാച്ചാൻ, അതായത് ഗണപതി ഹോമം നടന്ന ഹോമകുണ്ടം ഉണ്ടല്ലോ, അത് നമ്മൾ ഉണ്ടാക്കിയതാണ്, അറേഞ്ച് ചെയ്ത സെറ്റപ്പാണ്. അപ്പോൾ അതിനകത്ത് തന്നെയാണ്, അല്ലാണ്ട് നമ്മൾ സ്റ്റവിലൊന്നും വെച്ചില്ല. ഈ സെയിം
ഹോമകുണ്ടത്തിൻ്റെ മുകളിൽ ഇഷ്ടികയൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടാണ് അതായത് പാലിൻ്റെ കലം വെക്കാൻ പാകത്തിന് റീഅറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ പരിപാടിയെല്ലാം ചെയ്തത്. ഞാൻ പറഞ്ഞ പോലെ 2021 വാങ്ങിച്ചിട്ട പ്ലോട്ടാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഒരു ലോങ് ടേമിൽ വീട് വെക്കാനേ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതിത്ര പെട്ടെന്ന് വയ്ക്കാനുള്ള ഒരു റീസണുണ്ട്, അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അത് ഞാൻ പിന്നീട് വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. വീട് എന്ന് പറയണത് സ്വപ്നമാണ് എല്ലാവരുടെയും. ഈ സ്വപ്നം എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു ചെറിയ പ്രായം തൊട്ടേ എനിക്ക് എന്തെങ്കിലും ഒരു വീട് വെക്കാൻ പൈസ ആവുമ്പം എനിക്ക് എൻ്റെ ഇമാജിനേഷനിലൊരു വീട് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് കൊച്ചിലേ തൊട്ടുള്ള ആഗ്രഹമാണ്. അപ്പോൾ ആ ആഗ്രഹം ഇങ്ങനെ നമ്മൾ ഇൻറ്റൻസായിട്ട് ആഗ്രഹിച്ചാൽ അത് നടക്കും എന്ന് പറയുന്ന മാതിരി അതിനു ഉള്ളതെല്ലാം ഒരുങ്ങി വന്നു എന്ന് പറയുന്നതായിരിക്കും സത്യം. അപ്പം നമ്മൾ ഹോം ടൂർ വീഡിയോ ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഇതെൻ്റെ ചേച്ചിയുടെ മോളാട്ടോ.